ഇന്ന് കായ്ച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കായ വന്ന് പോയതാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം കായപിടുത്തം വരാൻ സാധ്യതയുള്ള മരങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സാധ്യതയില്ലല്ല, ഇത് കായ്ക്കും. കായ്ക്കും. ഇത് ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കായാണ് ഇപ്പോൾ ഇതായത് നമുക്ക് സെറ്റാക്കാൻ പറ്റാത്തത്. ഇത് നമുക്ക് ഇങ്ങനെ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കാം? ഇതൊക്കെ ഒരു പിന്നെ ഒരു 1250 രൂപ അവർക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കാൻ പറ്റും. വീട്ടിലെത്തിച്ച് കൊടുക്കാം. 1050 നല്ല ചോടക്ക് നല്ല നിങ്ങൾ കണ്ടില്ല, പൊടിച്ചു നോക്കില്ല ചോടന്ന്. അടിപൊളി കേട്ടോ, നല്ല അടിപൊളി തൈകളെ കാണുന്നതൊക്കെ. 1250 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സ്പോട്ടിൽ എത്തിച്ച് കൊടുക്കാം. ഡെലിവറി ചെയ്യാൻ പറ്റും. ഇത് ഇതുപോലത്തെ എത്ര പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്? എത്ര പീസ് വേണം തരാൻ പറ്റും. ഈ സൈസിലുണ്ട്, ഒരുപാടുണ്ട്. ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. പിന്നെ വെളിയിലൊക്കെ പിന്നെ 2000 പിന്നെ 2500 വെക്കുന്നത് നമുക്ക് 1250 രൂപ നമുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. 1250 രൂപയ്ക്ക് കേട്ടോ, ഇത്രയും നല്ല മരങ്ങളുണ്ടോ. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കായ വന്ന് പോയതാണ്. അപ്പോൾ നമുക്കിത് ഒരു സംശയമല്ല, അടുത്ത പ്രാവശ്യം തന്നെ വരും. നമ്മൾ കേരളത്തിൽ എവിടെയും കൊടുക്കാമല്ലോ അല്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കുട്ടികൾ അടുത്ത സീസണിൽ ഇതിൽ നിന്ന് പഴം പറിച്ച് വിഷമില്ലാത്ത പഴം ഒരു 4-5 തൈ നടുകയാണെങ്കിൽ വിഷമില്ലാത്ത പഴം റംബൂട്ടാൻ അവർക്ക് പിന്നെ ഇതാക്കണം. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തണലിനായതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇതുള്ളത്. ഇപ്പോൾ നല്ല മണ്ണിലൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വളങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് ബ്രൂം ചെയ്യാണ്ട്, ഒന്ന് കട്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ വരും. ആ ബ്രാഞ്ചുകൾ വരുമ്പോൾ നല്ല പിന്നെ കൊല കുത്തി കായ്ക്കും. ഇതെന്താണ് നമ്മൾ ലീഫ് വന്നിട്ടുള്ളത്? അത് ലീഫിൽ എന്താണെന്ന് ഞാൻ ഈ കവുങ്ങിന് തുരിശും ചുണ്ണാമ്പും അടിക്കുമ്പോൾ അത് തെറിച്ചതാണ്. അതിൻ്റെ ഒരു പിന്നെ നിശ്ചിതമാണ്. അത് ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഫംഗസ് വരുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം